ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പത്തരമാറ്റിൻ്റെ കഥ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. പത്തരമാറ്റിൻ്റെ കഥയിൽ ഇന്നിപ്പോൾ അനിക്ക് അടികൊണ്ടുണ്ട്. അനി പോയിരിക്കല്ലേ. അപ്പോൾ സോറി, ഞാനിത് പറഞ്ഞപ്പോൾ ചിരി വരികയാണ് എനിക്ക്. അപ്പോൾ അതിന് എന്തായാലും ഒരെണ്ണം കിട്ടണമെന്ന് ഞാനും വിചാരിച്ചിരുന്നു. ഒരു എസ് ഐ ആണ് കാമുകിയെന്നും പറഞ്ഞിട്ട് ഒരു എസ് ഐയുടെ പിന്നാലെ ഇങ്ങനെ സ്റ്റേഷനിൽ കൂടെ കയറി ഇറങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പുറത്തുനിന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഇത് ഒരാളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളൊരു പൊട്ടൻ പോലീസായിരുന്നു. പക്ഷേ ഭാഗ്യം അയാൾ മാറി വേറെ ആളാണ് വന്നത് കേട്ടോ. മറ്റേ ആളെ മാറ്റി വേറെ പോലീസുകാരനെ CI മാറി പുതിയ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ആ ഇതിലാണ് ഇപ്പോൾ നമ്മളെ നന്ദു വിളിച്ച് നോക്കുന്നുണ്ട്. നന്ദു വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല അനി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നന്ദു അങ്ങനെ അനിയുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ചോദിക്കും. അപ്പോൾ അവർ ചോദിക്കും രാകേഷ് ചോദിക്കുക എന്താ സാർ എന്ന് ചോദിക്കും. അപ്പോൾ നീ എന്നെ സാറൊന്നൊന്നും വിളിക്കണ്ട, നീ എന്നെ എടിപൊടി തന്നെ വിളിച്ചാൽ മതി. എന്താടി നന്ദു എന്ന് ചോദിക്കും. അപ്പോൾ അറിയാം അനി അവിടെ വന്ന് വയ്ക്കുമ്പോൾ ഇല്ല അറിയും. അപ്പോൾ എന്താ പ്രശ്നം ചോദിക്കും. അനി ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അടിച്ച കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ പറയും അതായത് അവിടെ കുടിക്കാൻ സാധ്യത, നിങ്ങൾ വാങ്ങി കൊടുത്തേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയാം അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ സാറ് വളരെ ഇതായിട്ടാണ് പെരുമാറിയത് അനിയോട്, അവന് നല്ല സങ്കടം തോന്നുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവളുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കൊടുത്തു. CA ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ വരികയാണെങ്കിൽ കുടിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് കൂട്ട് നിൽക്കരുതെന്ന് പറയും. അങ്ങനെ നന്ദു ഫോൺ വയ്ക്കുമ്പോൾ തന്നെ അനിയോടെ എത്തും. എത്തുമ്പോൾ അനി പറയും എന്താണ് നിൻ്റെ മുഖത്ത് വയ്ക്കും. അപ്പോൾ പറയും പോലീസ് തല്ലിയതാണെന്ന് പറയണം. അപ്പോൾ നന്ദു വയ്ക്കുമ്പോൾ നന്ദു ഒന്നുമല്ല, അവിടെ CA ഉണ്ടല്ലോ, അയാളല്ലേ ഇപ്പോൾ അവളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. അപ്പോൾ എന്നിട്ട് അവളെ മുന്നിലിട്ടിട്ടാണ് അതിനെ തല്ലിയത്, എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അതെങ്ങനെയാണ് അവൾ പറയുക? അവൾ പിന്നെ എന്താണ് നിൻ്റെ നിന്നെപ്പറ്റി അയാൾക്ക് എല്ലാം അറിയാം, നീ നന്ദുവിനെ ശല്യം ചെയ്യാന്നാണ് അയാളുടെ വിചാരം. അത് നന്ദുവിനെ കല്യാണം ആലോചിച്ച ഒരു മനുഷ്യൻ, അതാണ് നിന്നെ തല്ലാൻ കാരണം എന്ന് പറയും. അപ്പോൾ പറയും എനിക്ക് ഇന്ന് കുടിക്കണം എന്ന് പറയുമ്പോൾ നീ അറിഞ്ഞില്ലേ ഞങ്ങൾ മദ്യപാനമൊക്കെ നിർത്തി. മദ്യപാനം നിർത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എന്ത് വന്നാലും എനിക്ക് കുടിക്കണം എന്ന് പറയും. അത് നടക്കില്ല എന്നറിയും. അപ്പോൾ പറയും നിങ്ങൾ എന്നെ കൈയൊഴിഞ്ഞോ, വേണ്ട എനിക്കത് കിട്ടുന്ന വഴി അറിയാം. അപ്പോൾ ഒരിടത്ത വഴിക്ക് പറയും നീ പോവുകയാണെങ്കിൽ, അതായത് മദ്യം മേടിക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ ആദർശേട്ടനെ വിളിച്ച് പറയുമെന്നറിയും. അപ്പോൾ മനസ്സിലായി എനിക്ക് എല്ലാവരും എന്നെ കൈയൊഴിയാണെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോരുകയാണ്. അപ്പോൾ ഇവന്മാർ പറയടാ നീ ഞങ്ങൾ പറഞ്ഞിട്ടൊന്ന് കേക്ക്, നന്ദുവിനെ കുറ്റപ്പെടുത്താണ്. അപ്പോൾ നീ ഞങ്ങൾ പറഞ്ഞിട്ടൊന്ന് കേക്ക് എന്ന് പറയുന്നുണ്ട്. അതൊന്നും കൂട്ടാക്കണില്ല. അങ്ങനെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് അവിടുന്ന് പോരുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സച്ചിദാനന്ദൻ CI, പഴയ ആൾ തന്നെയാണ്, പിന്നെ അയാളെ മാറ്റുന്നുണ്ട്. അപ്പോൾ അയാൾ അവിടെ നിൽക്കുമ്പോൾ അയാളുടെ അമ്മാവൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അമ്മാവൻ അവിടെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. എടാ മോനെ, നീ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണോ? നീ എന്താ വീട്ടിലേക്ക് വരാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ എന്തിനാ അമ്മാവ അവൾ വെറുതെ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്, അവൾ വേറെ കല്യാണം കഴിപ്പിച്ചൂടെ? അതൊന്നും പറ്റില്ല. ഒന്നാമത് നിന്നെപ്പോലെ ഒരാളെ പോലീസ് എന്തൊരു പോലീസ് ഓഫീസർ വീട്ടിൽ കുടുംബത്ത് വേണമെന്ന് എനിക്ക് വേണം. പിന്നെ അവൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാടാ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ അപ്പോൾ നന്ദുവിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. നിൻ്റെ താഴെയുള്ള SI ഉണ്ടല്ലോ നന്ദന, അവളാ മറ്റേ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകളെ ഭർത്താവായിട്ട് സ്നേഹാനന്ദപുരിയിലെ പയ്യനായിട്ട് ഭയങ്കര പ്രേമത്തിൽ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കാര്യം കുറച്ച് മോശമാണ്, അവർ ഡൈവോഴ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അനാമിക അപ്പോൾ അത് മറ്റേ ഇതിലൊക്കെ കയറി സംസാരിച്ചില്ലേ, അതാണ് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ പറയും അവർ തമ്മിൽ അങ്ങനെ അമ്മാവൻ പറയുന്നത് അങ്ങനെയുള്ളൊരു ഇഷ്ടമൊന്നുമില്ല. ഉണ്ടടാ എനിക്കറിയാം, വേണു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. എന്തായാലും ഞാനിന്ന് അവൻ സ്റ്റേഷനിൽ വന്നപ്പോൾ അവൻ്റെ കവളത്തൊരെണ്ണം കൊടുത്തിട്ടുണ്ട് പറയും. കൊടുത്തോ, നന്നായി, എന്തായാലും അത് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശരി അതിനൊരു കൈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയും ഇത് എന്തായാലും ഞാൻ വേണുവിനോടൊന്ന് പറയട്ടെ, പിന്നെ നീ വീട്ടിലേക്ക് വരാൻ മറക്കണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. അപ്പോൾ അമ്മാവൻ കൺഗ്രാജുലേഷൻ പറഞ്ഞപ്പോൾ ഇയാൾ ഒന്നും കൂടെ ഒരു പവറും കൂടെ അയാൾക്ക് കൂടി. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വേണു ഇയാളും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ പറയും വേണുവിനോട് എടാ നിൻ്റെ പിന്നെ മകളെ ഭർത്താവ് നിൻ്റെ മരുമകൻ ഉണ്ടല്ലോ, അവരിൽ നിന്ന് എൻ്റെ മരുമകനൊന്നൊരു അടി കൊടുത്തിട്ടുണ്ട് കവളത്തിട്ടിട്ട് പറയും. അപ്പോൾ അവിടെ ഒരു തിരുത്തുണ്ട്, എൻ്റെ മരുമകൻ എന്നല്ല എക്സ് മരുമകനാണെന്നറിയാം. എന്തായാലും അവൻ അവിടെ CI നന്ദുവിനെ അന്വേഷിച്ച് പോയപ്പോൾ എന്തോ അവർ പറഞ്ഞ് തെറ്റി അവൻ ഒന്ന് അടിച്ചിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ചു അവൻ പുലിയാണ്, മരുമകനെ പൊക്കുകയാണ്, അതായത് മറ്റേ കോൺട്രാക്ടർ. അതിൽ
പറയും എന്തായാലും നിനക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സന്തോഷമായി സാറേ, സന്തോഷമായി ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വേണൂര് ഭയങ്കര സന്തോഷം, ഒരു ചിരിയോട് ചിരി അടി കിട്ടിയതിൻ്റെ ഇതിൽ. അവിടുന്ന് പറയും പിന്നെ എന്തായാലും ഞാനിത് എൻ്റെ മോളോടൊന്ന് പോയി പറയട്ടെ, അവൾക്കൊന്ന് സന്തോഷമാവട്ടെ എന്നറിയും. അപ്പോൾ പറയും എന്തായാലും ഡൈവേഴ്സ് ആവുമല്ലോ, അത് ഉറപ്പാണ്. അപ്പോൾ പോരുമ്പോൾ നല്ല പിന്നെ എന്താണ് കോമ്പൻസേഷൻ കൊണ്ട് പോരാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം ഓക്കെ, നീ മകൾ പോകുന്ന പൈസ കിട്ടുമ്പോൾ എൻ്റെ കാര്യം നീ മറക്കണ്ട, ഇല്ലെങ്കിൽ ഇതേ മരുമാനെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരും നിൻ്റെ വീട്ടിലേക്ക്, അപ്പം അവൻ്റെ കൈ നിൻ്റെ മേത്ത് വീഴും, അത് മറക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പിന്നെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് അത് കഴിഞ്ഞ് ഇയാൾ പിന്നെ ഇവർ പോവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അപ്പോൾ വേണു അതെന്തായാലും നന്നായി ഒന്ന് കിട്ടണം അവന്, അത് അങ്ങനെ തന്നെ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് വേണു. പിന്നെ കാണിക്കുന്ന വീടാണ്. വീട്ടിൽ പിന്നെ എന്താണ് നമ്മുടെ ദേവയാനി വീട്ടിലിരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങോട്ട് വീട്ടിലേക്ക് പുറത്തേക്ക് പോകും. അപ്പോൾ അച്ഛനും അമ്മയും എങ്ങോട്ടാ പോകണം വയ്ക്കുമ്പോൾ കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ, അമ്പലത്തിലൊക്കെ ഒന്ന് പോട്ടെ എന്ന് പറയും. അപ്പോൾ ദേവ പറയും അച്ഛാ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പലരും പല അഭിപ്രായം കൊണ്ട് വരും അങ്ങോട്ട് എന്ന് പറയുമ്പോൾ വരണ്ടവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനീനെ വിളിക്കുന്നുണ്ട് നമ്മളെ നന്ദു, പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല, ഫോൺ കട്ട് ചെയ്യും. അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ്, നമ്മളെ നന്ദുവിന് ഭയങ്കര സങ്കടമാണ്. അപ്പോഴേക്കും ഇവരുടെ ഇടയ്ക്ക് കിടക്കുന്നുണ്ടല്ലോ സേവിയറിനുണ്ട് ആ പോലീസുകാരൻ, അയാൾ വന്നിട്ട് പിന്നെ അനി ഫോൺ എടുക്കുന്നില്ല, ആ പയ്യൻ ഫോൺ എടുക്കുന്നില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവളെ വെറുതെ ഇറ്റേറ്റ് ചെയ്യും. അപ്പോൾ അവൾക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ പറയും ഇത് പ്രശ്നമാവും തോന്നുന്നു മാഡം, അനന്തപുരിയിലെ പയ്യനല്ലേ തൊട്ടണത്, ചിലപ്പോൾ പ്രശ്നമാവും എന്ന് പറയും. അപ്പോൾ നന്ദു പറയും നിങ്ങളൊന്ന് പോയി തരുമോ, നിങ്ങൾ വെറുതെ ഒരു കാര്യമില്ലാണ്ട് എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കരുത്, നിങ്ങളെ മനസ്സിൽ സന്തോഷമാണെന്നൊക്കെ എനിക്കറിയാം, അത് പക്ഷേ നിങ്ങൾ പുറമേ വേറൊന്നാണ് കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അയാളോട്. അപ്പോൾ അയാൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകണമുണ്ട് കേട്ടോ. ഇറങ്ങി പോണ സമയത്ത് അറിയും ഇതിപ്പോൾ നല്ല പാട്, ആ പയ്യനെ CSR അടിച്ചതിന് എന്നോട് ദേഷ്യപ്പെട്ടാണ് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവുകയാണേ. ഇനിയാണ് നമ്മുടെ അനി വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ അനി എന്ത് ചെയ്ത് മുഖം പൊത്തിയിട്ടാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, മുത്തശ്ശൻ ചോദിക്കും നീ എന്താടാ എനിക്ക് മുഖം തരാണ്ട് പോകണം, നീ എന്തിനാ മുഖം പൊത്തിപ്പിടിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഒന്നുമില്ല മുത്തശ്ശി അറിയാം. അപ്പോൾ കൈമാറ്റുക എന്ന് പറയും, കൈമാറ്റമൊക്കെ കാണാൻ മുഖത്ത് അടി കിട്ടിയ പാട്, ഇതെന്താ നിൻ്റെ മുഖത്ത് അടി കിട്ടിയ പാട് എന്ന് വയ്ക്കും. അപ്പോൾ പറയും, അപ്പോൾ വിവരം പറയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു, എന്നിട്ട് നന്ദുവാണോ നിന്നെ തല്ലി വയ്ക്കുമ്പോൾ, അല്ല അവിടെ പുതിയൊരു CI വന്നിട്ടുണ്ട് അയാളാണ് തല്ലിയത് പറയും. അയാൾ എന്തിനാണ് നിന്നെ തല്ലിയത് വയ്ക്കുമ്പോൾ വിവരങ്ങളൊക്കെ പറയട്ടെ. അപ്പോൾ പറയും അയാൾക്ക് ദേഷ്യമാവും, ഇവൻ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്ന അതുകൊണ്ട് ദേഷ്യമാവും ദേവയാനിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാവും തല്ലിയിട്ടുണ്ടാവും, അതിന് തല്ലിയാണോ ചെയ്യേണ്ടത്. അപ്പോൾ ഭാര്യയോട് പറയും സുഭദ്രേ നീ പിന്നെ അമ്പലത്തിൽ പോയി, ഞാൻ ഇന്ന് സ്റ്റേഷൻ വരെ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇന്ന് ഞാൻ അവനെ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങിറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ എന്താണ് ഈ CI ഒക്കെ മാറി, പുതിയ ആൾ വന്നു, മറ്റേ മമ്മൂട്ടി സ്റ്റൈലിലുള്ള അയാളെ മാറ്റി പുതിയൊരാളെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ ചിരിക്കുക. അപ്പോൾ CVR പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ നന്ദു മേഡം ഭയങ്കര വിഷമത്തിലാണ്, സാറ് പയ്യനെ തല്ലിയതിൻ്റെ ഭയങ്കര വിഷമത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയാണെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ സേവർ ഒരു കാര്യം ചെയ്യണം, എന്നെ കുറച്ച് പൊക്കിയൊക്കെ പറയണം, ബൂസ്റ്റ് ചെയ്ത് പറയുകയൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയും അതൊക്കെ ചെയ്യാമെന്ന് പറയും. പക്ഷേ നന്ദന മേഡം വന്നതിന് ശേഷം ഞങ്ങളെ പോക്കറ്റൊക്കെ കാലിയാണ് എന്നറിയാം. അപ്പോൾ ഇയാളൊരു ഫ്രോഡാണ്. അപ്പോൾ അയാൾ പറയും അതൊക്കെ നമുക്ക് ശരിയാക്കാം, അതൊക്കെ ഞാനും കുറേയൊക്കെ കണ്ണടച്ച് വിടാം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടാളും കൂടി ഒരു ടൈപ്പ് ഉണ്ടാക്കുകയാണ്, ഈ മറ്റേ സച്ചിദാനന്ദനും ഈ സേവിയറും കൂടെ. അപ്പോൾ പറയും എന്ത് വന്നാലും വേണ്ടില്ല, പിന്നെ ഒന്ന് കൂടെ നിന്നാൽ മതി എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്, ഞാനും സപ്പോർട്ട് ചെയ്തല്ലോ, ഞാൻ കുറേ കണ്ണടയ്ക്കാന്നൊക്കെ പറഞ്ഞ് ഇയാളെ സുഖിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അയാൾ സല്യൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇയാൾക്ക് പിന്നെ ഒരു കോള് വരികയാണ്. കോള് വന്നിട്ട് നോക്കുമ്പോൾ ഇല്ല സാർ ഞാൻ അതങ്ങനെ പറ്റിപ്പോയി സാർ, സോറി സാർ ഞാൻ പോവാം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. അപ്പോഴേക്കും സേവിയർ പിന്നെയും വരും. അപ്പോൾ എന്താ സാറേ വയ്ക്കാൻ. അപ്പോൾ പറയും എന്നെ DSP ആണ് വിളിച്ചത്, കാരണം എന്നോട് അനന്തപുരി പോയി മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ആ പയ്യനോടും മൂർത്തി സാറിനോടും. ഇപ്പോൾ കേസ് അങ്ങോട്ട് എത്തി, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ പറയും മാപ്പ് പറയുക എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് പറയും. മാപ്പ് പറയാം, പക്ഷെ നന്ദു അറിയണ്ട, ഞാൻ പോയി മാപ്പ് പറഞ്ഞു എന്ന് നന്ദു അറിയണ്ട. അപ്പോൾ പിന്നെ നന്ദുവിൻ്റെ ചേച്ചി
ചേച്ചിമാർ രണ്ടാളെ അങ്ങോട്ടല്ലേ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാലോചിച്ചപ്പോൾ അവരോട് മാപ്പി പറയാൻ തോന്നിയിട്ട് പോയി പറയുകയാണെന്ന് വിചാരിച്ചാൽ മതി, വേറെ താനൊന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണം. ശരി തന്നെയാണ്, എന്നാലും സാർ അവിടെ പോയി മാപ്പ് പറയാറുമ്പോൾ സാരല്ലടൂ, നന്ദുവിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങോട്ട് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന ആ സമയത്ത് തന്നെയാണ് നമ്മളെ മൂർത്തി മുത്തശ്ശൻ കൈയിൻ്റെ ജുബയുടെ കൈയൊക്കെ ഇങ്ങനെ തെറുത്ത് കയറ്റിയിട്ട് അങ്ങനെ കൈയും വീശി അങ്ങനെ വരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. ഇയാളിങ്ങനെ വരണ്ട് നിൽക്കണമുണ്ട്. അപ്പോൾ ഇനി എന്താണാവോ, കാരണം അയാളെ കഴുത്തിന് പിടിച്ച് വെക്കാനേ ഉള്ളൂ അയാൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കഥ ജസ്റ്റ് ഓടിച്ചെന്ന് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമ്മളേക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു സഹായമൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ട്. വേറെ ആരും ഭാഗ്യത്തിലൊന്നും കാണിച്ചിട്ടില്ല. ഓക്കെ, ശരി, താങ്ക് യു.